അനുഗ്രഹം പിന്നെ വരിക. അപ്പൊ അതുകൊണ്ട് ഉടമ്പടി എടുത്താലേ അനുഗ്രഹം വരുന്നുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് 4-5 പോയിന്റ് നോഗയുമായിട്ട് പറഞ്ഞിട്ട് വീണ്ടും 5 പോയിന്റിലൂടെ 3 പോയിന്റ് കർത്താവ് ആവർത്തിച്ച് പറയുന്നുണ്ട്. നീ ജീവജാലങ്ങളുടെ മേലുള്ള ഞാനുമായുള്ള നിന്റെ ഉടമ്പടിയില് അത് നിന്നെ ഉപദ്രവിക്കുകയില്ല. ഈ ജലപ്രളയം വന്ന് നിന്നെ ഇനി മുക്കുകയില്ല. അതുപോലെ മാത്രമല്ല, എല്ലാ ഭൂമിയുടെ മേലും ജീവജാലങ്ങളുടെ മേലും എല്ലാ അധികാരം, അനുഗ്രഹം, അവകാശം ഞാൻ നിനക്ക് തന്നു. ഇതായിരിക്കും ഒരടയാളം. ഏതായിരിക്കും? നമ്മൾക്ക് കിട്ടിയതും നമ്മൾക്ക് തന്നതും നമുക്ക് ബോധ്യപ്പെട്ടതും വന്നിരിക്കാൻ പറ്റുന്നതാണ് അടയാളം. നീ ഇന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ഒരു ഉടമ്പടി പുതുക്കുന്നതിന്റെ ഒരു അടയാളമായിട്ട് വന്നിരിക്കുന്നത് അല്ലേ? എന്ന് അതിനല്ലേ വന്നത്? ഇത് വേറെ കാര്യത്തിനാണ് വന്നത്. അല്ല, ഉടമ്പടി പുതുക്കുന്ന അടയാളമാണ് ദൈവത്തിന്റെ അനുഗ്രഹം എന്നിലേക്ക് നിറയുന്നു എന്നുള്ളതിന്റെ അടയാളം. ദൈവത്തിന്റെ അനുഗ്രഹം അനുഭവില്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും മെനക്കിടോ? ഞാൻ മെനക്കിടോ? ഇല്ല. അപ്പൊ ഇതായിരിക്കും അടയാളം കേട്ടോ. അപ്പൊ ഇനി എന്ത് ചെയ്യണം? കിട്ടിയിട്ടില്ലെങ്കിലും കിട്ടും എന്നുള്ളത് വിശ്വസിക്കുക. അതുപോലെ ആ നിയോഗത്തിന് എന്ത് വേണം? അഡീഷണൽ ആയിട്ട് നമ്മൾ ഒരു 10 പ്രാവശ്യം കൂടിയും ചൊല്ലിക്കൂട്ടാൻ പറ്റുന്ന ഉടമ്പടിയുടെ പ്രാർത്ഥന നമ്മൾ കൂട്ടിച്ചില്ല. ഇവിടെ വരെ നമ്മൾ പലരും കൃപാസനം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ചില നിബന്ധനകളുണ്ട്, ചില നിയമങ്ങളൊക്കെ ഉണ്ട്. അത് പാലിച്ചിട്ടാണ് ഉടമ്പടി എടുക്കുന്നത്. ആണോ? പ്രസാദവർനാഥ അമ്മ കയറൂരി വിട്ടിരിക്കുക. അതുകൊണ്ടാണ് പലരെ വിളിച്ചാലും വരാത്തത്. ഒഴിവുണ്ടെങ്കിൽ വരും, സൗകര്യം ഉണ്ടെങ്കിൽ വരും. അങ്ങനെയല്ല. ഉടമ്പടി എന്ന് പറയുമ്പോൾ അത് സൗകര്യപ്പെടുത്തിയിട്ട് വരും.